ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ വെനസ്വേലയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് നടക്കുന്ന മത്സരം അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. മെസ്സി അർജന്റീനയിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന അവസാനത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരമാണ് ഇത്. അക്കാര്യം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയാകും? അതായത് നേരത്തെ ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നു. അതിൽ 2 സംശയങ്ങൾ സ്കലോണിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങളെല്ലാം നീങ്ങി എന്നാണ് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വെനസ്വേലക്കെതിരെയുള്ള ആ ഒരു പ്ലേയിങ് 11 അല്ലെങ്കിൽ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമി മാർട്ടിനസ് തന്നെയായിരിക്കും. ഇനി ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് ടാഗ്ലിയാഫിക്കോ, സെന്റർ ബാക്ക് പൊസിഷനിൽ ഓട്ടമെന്റിയും റൊമേറോയും ഉണ്ടാകും. അതുപോലെ തന്നെ വലത് വിങ് ബാക്ക് ആയിക്കൊണ്ട് നെഹ്വേൽ മൊളീനയാണ് വരിക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോൾ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ലിയാൻഡ്രോ പരേഡസ് സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും. അലക്സിസ് മാക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നിവർ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ തിയാഗോ അൽമേഡ മധ്യനിരയിലായിരിക്കും ഉണ്ടാവുക. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ആ 2 താരങ്ങളും ഒരുമിച്ച് കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ലൗറ്ററോ മാർട്ടിനസിനെയും ഹൂലിയൻ ആൽവരസിനെയും ഒരുമിച്ച് കളിപ്പിക്കാനാണ് സ്കലോണി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇരുവർക്കുമൊപ്പം ലയണൽ മെസ്സി കൂടി ഉണ്ടാകും. അങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഏതായാലും സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് ഒരു മികച്ച വിജയം നേടാൻ അർജന്റീന ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.